ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രെയിമറിനെ പറ്റിയിട്ടാണ്. നമുക്ക് കോഡിംഗ് നോളജിൻ്റെ ആവശ്യമില്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണ്ട, നമുക്ക് ഒരു ലൈൻ ഓഫ് കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡിസൈൻ നോളജ് മാത്രം മതി. നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, സെയിം ഡിസൈൻ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. വെബ്സൈറ്റ് ഇറ്റ്സ് റെഡി. ഇപ്പോൾ നോർമലി നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യും. ഈ ഡിസൈനിനെ നമ്മൾ എന്താക്കും, ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. HTML റിയാക്റ്റോ ആംഗുലറോ ഏതാണോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൽ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ വെബ്സൈറ്റായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രെയിമറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഡിസൈൻ ചെയ്ത സെയിം സാധനം നമുക്ക് ക്വിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലൊരു കോഡിംഗ് നോളജിൻ്റെ ആവശ്യമോ നമുക്ക് പ്രോഗ്രാമിംഗ് നോളജോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഡിസൈനിങ് നോളജ് മതി. നമുക്ക് എന്തൊക്കെ ഡിസൈനിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് നമുക്ക് എൻഡ്ലെസ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഫ്രെയിമറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആനിമേഷൻസ് ചെയ്യാം, ട്രാൻസിഷൻസ് ചെയ്യാം, നമുക്ക് CMS കണക്ട് ചെയ്യാൻ പറ്റും. അതായത് കണ്ടൻറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താക്കാം, ബേസിക് എന്താണ് ഫ്രെയിമറി, എന്താണ് ഇൻ്റർഫേസ്, കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. സോ നമുക്ക് എന്താക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫ്രെയിമറിൻ്റെ കറൻ്റ്ലി ഉള്ള വെബ്സൈറ്റാണിത്. നമുക്ക് ഗൂഗിളിൽ framer.com പോയി കഴിഞ്ഞാൽ കാണുന്ന വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടമാനം ടെംപ്ലേറ്റ്സുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിമറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈനാണ് അവർ യൂസ് ചെയ്ത്. ഇതും ബിൽഡ് ചെയ്തിരിക്കുന്ന ഫ്രെയിമർ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇതാണ് വെബ്സൈറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ബയോയിൽ കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഫ്രെയിമർ ഡൗൺലോഡ് ചെയ്യണം. ഫ്രെയിമറിന് നമുക്ക് ഫിഗ്മയൊക്കെ പോലെ തന്നെ നമുക്ക് ക്ലൗഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് PC-യിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോ ലാപ്ടോപ്പിലോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ബ്രൗസർ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, ലോഗിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് സിമിലർ നമ്മളെ ഫിഗ്മ പോലെയാണ്, ക്ലൗഡ് ബേസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് നമ്മൾ ഫ്രെയിമർ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം. നമുക്ക് ഇതാണ് ഫ്രെയിമറിൻ്റെ ഡൗൺലോഡ് ലിങ്കാണിത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PC മാക്കാണോ അതോ വിൻഡോസ് ആണോ ബേസ്ഡ് ഓൺ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രെയിമറിൻ്റെ ഇൻ്റർഫേസിൽ പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒന്നുമില്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഫ്രെയിമറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിഗ്മയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നമുക്ക് പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ബാഗിൻ്റെ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ്. ഇത് കമ്മ്യൂണിറ്റിയാണ്, ശരിക്കും ഫ്രെയിമർ കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ നമുക്ക് വളരെയധികം കോമ്പണൻസുകൾ, പ്ലഗിൻസ്, ടെംപ്ലേറ്റ്സ്, അതുപോലെ വെക്ടർ ഫയൽസുകൾ, ട്യൂട്ടോറിയൽസ് ഒക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്, വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. സോ നമുക്ക് എല്ലാ അസറ്റ്സുകളും കോമ്പണൻസൊക്കെ നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പെയ്ഡ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്, നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ നമ്മൾ നോർമലി ഹോം സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പലതരം വർക്ക് സ്പേസ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഒരാളെ വർക്ക് സ്പേസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളെ വർക്ക് സ്പേസിലേക്ക് വേറെ ആളെ ആഡ് ചെയ്യാൻ പറ്റും. സിമിലർ കൈൻഡ് ഓഫ് ഫിഗ്മയാണ്. ഇതിൽ നമ്മൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതായത് ന്യൂ ബട്ടണിൽ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഇനിയിപ്പം ബ്ലാങ്ക് പ്രൊജക്റ്റ് ആണെങ്കിൽ ബ്ലാങ്ക് പ്രൊജക്റ്റായിട്ട് നമുക്ക് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രെയിമറിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഇതാണ് ഇൻസൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ടൂൾസുകളും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഇൻ്റർഫേസ് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഫിഗ്മയിലൊക്കെ കാണുന്ന പോലെ തന്നെ ടൈറ്റിൽ ബാർ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് ഹോം സ്ക്രീൻ ഉണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഓരോ പേജ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് നമുക്ക് ഈ മുകളിൽ ഇതുപോലെ ടാബായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. അതാണ് നമുക്ക് ടൈറ്റിൽ ബാറിൽ വരുന്നത്. പിന്നെ തൊട്ട് താഴത്ത് വരുന്നത് ടൂൾ ബാറാണ്. ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ലേഔട്ട്, അതുപോലെ ടെക്സ്റ്റ്, വെക്ടർ, CMS ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ നമ്മൾ ടോപ്പിലുണ്ട്. അതേസമയത്ത് റൈറ്റ് കോർണറിലേക്ക് വരികയാണെങ്കിൽ
പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ നമ്മൾ പ്രോട്ടോടൈപ്പ് പോലെ നമുക്ക് ഫിഗ്മയിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്ത കാര്യങ്ങൾ പ്ലേ ചെയ്ത് നോക്കാനുള്ള പ്ലേ ഓപ്ഷൻസ്, അനലിറ്റിക്സ്, പിന്നെ സെറ്റിങ്സ്, സൈറ്റിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് കണക്ഷന്, ഡാറ്റാബേസ്, പിന്നെ നമ്മൾ അക്കൗണ്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻഡെപ്തായിട്ട് മനസ്സിലാവും. പിന്നെ നേരെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സെക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജസ് ഉണ്ട്, അതുപോലെ ലേയേഴ്സ്, പിന്നെ അസറ്റ്സുകൾ. ഈ 3 ടാബ് കാണാം. ഈ 3 ടാബാണ് നമുക്കിതിലുള്ള മെയിൻ സെക്ഷൻസ്. പേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേജസുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ ഫോട്ടോഷോപ്പിലും പിന്നെ ഫിഗ്മയിലൊക്കെ കാണുന്ന ലെയർ കോൺസെപ്റ്റിലാണ് എല്ലാം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പുതിയ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിലും അത് ലെയറായിട്ട് വരും. അപ്പോൾ നമുക്ക് ലെയറിനെ ഇൻഡെപ്തായിട്ട് ചെക്ക് ചെയ്യാനും അതിനെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് അസറ്റ്സ് ആണ്. അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫിഗ്മയിൽ കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിലും നമുക്ക് കോമ്പണൻസുകളും വേരിയബിൾസും ഒക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അസറ്റ്സ്. അപ്പോൾ അസറ്റ്സിലായിരിക്കും ഇതൊക്കെ പോയി സ്റ്റോർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നേരെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രോപ്പർട്ടീസുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ഒബ്ജക്റ്റോ എന്ത് ഷേപ്സോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ താഴത്ത് വരുമ്പോൾ നമ്മൾ ഫിഗ്മയിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ക്വിക്കായിട്ടുള്ള ആക്സസ് ആയിട്ടുള്ള ടൂൾസുകൾ, അതായത് മൂവ് ചെയ്യാനും നമുക്ക് സൂം ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നമ്മളെ പ്രൊജക്റ്റിൽ റിലേറ്റഡ് കമൻറ്റ്സ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ് ലൈറ്റ് മോഡിലേക്കും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ലൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം, ഡാർക്കിലേക്ക് സ്വിച്ച് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് കാണുന്നത് പ്ലഗിൻസിൻ്റെ സെക്ഷനാണ്. ഇതിൽ നമുക്ക് പ്ലഗിൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗ്മയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഫ്രെയിമറിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈവൻ ഐക്കൺ ലൈബ്രറി ആയിക്കോട്ടെ, പലതരം പ്ലഗിൻസ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, നമുക്ക് ലോട്ടി ഫയൽസൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിരിക്കും. പിന്നെ അത്രയേ ഉള്ളൂ, അത്രയാണ് ഇത് ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ലൈക്ക് ഫിഗ്മ പോലെ തന്നെയാണ് കാണാനും ലുക്ക് ആൻഡ് വൈസൊക്കെ നമുക്ക് ഇതാണ്. നമ്മളൊരു ഫിഗ്മ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനറാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. കാരണം ഫിഗ്മാൻ്റെ സിമിലർ കൈൻഡ് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ് ഫ്രെയിമറിൻ്റെ. പല കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇനിയുള്ള വീഡിയോസ് നമുക്ക് ഫ്രെയിമർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും, കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് നമ്മൾ എങ്ങനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം ഫ്രെയിമറിൽ, അതെങ്ങനെ ഡിഫറെൻറ്റ് ഡിവൈസിൻ്റെ ബ്രേക്ക് പോയിൻറ്റിൽ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിമറിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമുക്ക് ഡാറ്റാബേസ് ഒരു CMS കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ CMS എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ആനിമേഷൻസ് പഠിക്കാനുണ്ട്, ട്രാൻസിഷൻ, പേജ് ലോഡിങ് ട്രാൻസിഷൻസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്ത് ഫ്രെയിമർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ ഗൈസ്.